സിസ്റ്റം ആക്കാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് പൈപ്പിംഗ് സാനിറ്ററി സിസ്റ്റം ടൈപ്പ് സാനിറ്ററി ഓപ്പണിംഗ് സിസ്റ്റം എഡിറ്റർ. ഓക്കെ, ഫുൾ സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യാം. സാനിറ്ററി ഒക്കെ ഡ്രെയിനൊക്കെ ഫുൾ സെലക്ട് ചെയ്യുക. സാനിറ്ററി. ഓക്കെ, ഫിനിഷ് എഡിറ്റിംഗ് സിസ്റ്റം. ഇനി പൈപ്പ് ക്രിയേഷനിൽ അപ്പോൾ സാനിറ്ററി സിസ്റ്റം ആക്കാം. ആദ്യം സിസ്റ്റം ആക്കാം. സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡിഷ് വാഷറോ അതെങ്കിലും സിങ്കോ സെലക്ട് ചെയ്യാം. സെലക്ട് ഡിഷ് വാഷർ സെലക്ട് ചെയ്യാം. പൈപ്പിംഗിൽ ഇത് സിസ്റ്റം ടൈപ്പ് ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് എടുക്കണം കേട്ടോ. നമ്മുടെ നേരത്തെ എടുത്ത കാരണം തോന്നുന്നു. ഡൊമസ്റ്റിക് സിസ്റ്റം ടൈപ്പ് സാനിറ്ററി ആക്കാം. ഓപ്പണിംഗ് സിസ്റ്റം എഡിറ്റർ. ഓപ്പണിംഗ് സിസ്റ്റം എഡിറ്റർ. ഓക്കെ കൊടുക്കുക. ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യുക. ഫിനിഷ് എഡിറ്റിംഗ് സിസ്റ്റം. പൈപ്പ് ക്രിയേഷനിൽ സിസ്റ്റത്തിൽ പൈപ്പ് അതിൽ എഡിറ്റ് ടൈപ്പിൽ സിസ്റ്റത്തിൽ പൈപ്പ് എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റിൽ ഇവിടെ നെയിം സാനിറ്ററി. ഓക്കെ, റൂട്ടിംഗ് പ്രിഫറൻസ്. എഡിറ്റിൽ PVC എല്ലാം PVC ആക്കണം കേട്ടോ. വെൽഡഡ് മാറ്റി PVC. ഇത് ഡിഫോൾട്ടായിട്ട് തന്നെയുള്ളത് കൊടുത്തോട്ടാ. അത് കഴിഞ്ഞിട്ട് ലോഡ് ഫാമിലി എല്ലാം PVC ആക്കാം. അത് കഴിഞ്ഞിട്ട് ലോഡ് ഫാമിലിയിൽ പൈപ്പ് ലൈബ്രറീസിൽ നമ്മളിത് എടുത്തിട്ടുണ്ട് മുമ്പ്. ഇതിൽ പൈപ്പിൽ ഫിറ്റിങ്സ് PVC. PVCയിൽ ഷെഡ്യൂൾ 40 സോക്കറ്റ് ടൈപ്പ് DWV. അതിൽ Y കോമ്പിനേഷൻ. ഇത് രണ്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും പിന്നെ ഷിഫ്റ്റ് എടുത്തിട്ട് രണ്ടും സെലക്ട് ചെയ്യണം. ഡബിളും Y കോമ്പിനേഷനും ഡബിൾ ബെൻഡും ഓപ്പൺ കൊടുക്കാം. ഓക്കെ ഡബിൾ ബെൻഡ്. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ
ഇതിൽ പ്രോപ്പർട്ടീസിൽ സിസ്റ്റം ടൈപ്പ് സാനിറ്ററി ഇതിൽ നമ്മൾ ഓഫ്സെറ്റ് ഉണ്ടല്ലോ, ഓഫ്സെറ്റ് നമ്മൾ സാനിറ്ററി അടിപൊളി അല്ലേ, അപ്പം -150 കൊടുക്കണം. ഓഫ്സെറ്റ് -150 -150. പിന്നെ അതുപോലെ തന്നെ സാനിറ്ററിയിൽ സ്ലോപ്പ് ടൈപ്പ് ഉണ്ട്. സ്ലോപ്പ് കൊടുക്കണം, സ്ലോപ്പ് ഡൗൺ കൊടുക്കാം, അപ്പ് കൊടുക്കാം. അപ്പോൾ സ്ലോപ്പ് വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം കേട്ടോ. സ്ലോപ്പ് ചേഞ്ച്, സ്ലോപ്പ് ഡൗൺ, സ്ലോപ്പ് വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യണം കേട്ടോ. സ്ലോപ്പ് വാല്യൂ അപ്പോൾ എഴുതിപ്പോൾ സ്ലോപ്പ് വാല്യൂ ചേഞ്ച് ചെയ്യണം എഴുതിക്കോ. സാനിറ്ററിക്ക് സ്ലോപ്പ് അപ്പ് ഡൗൺ കേട്ടോ. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്ലോപ്പ് വാല്യൂ കൊടുക്കണം അതിനനുസരിച്ചിട്ട് സാനിറ്ററി. സ്ലോപ്പ് വാല്യൂ അതിൽ MS ഇല്ലേ, മെക്കാനിക്കൽ സെറ്റിങ്സ്. എംഎസിൽ ഇവിടെ ഉണ്ട് പൈപ്പ് സെറ്റിങ്സിൽ സ്ലോപ്സ് ഉണ്ട്. മെക്കാനിക്കൽ സെറ്റിങ്സിൽ പൈപ്പ് സെറ്റിങ്സിൽ സ്ലോപ്സ്. ഇതിൽ ന്യൂ സ്ലോപ്പ് ഉണ്ട് കണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്ലോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ന്യൂ സ്ലോപ്പ് കൊടുക്കാം. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4% വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇത് 10% നമ്മൾ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ലോപ്പ് വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വ്യൂ റേഞ്ച് ഡ്രെയിൻ ഇല്ലേ, അത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വ്യൂ റേഞ്ച് VR ഇവിടെ അൺലിമിറ്റഡ് ആക്കണം കേട്ടോ. ബോട്ടം അൺലിമിറ്റഡ്, ലെവൽ അൺലിമിറ്റഡ് അതാക്കിയിട്ടുണ്ടല്ലോ, പ്ലേസ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ P ട്രാക്ക് കൊടുക്കണം ക്ലോസറ്റിന്. കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡൗൺ സംഭവം, ഒരു P ട്രാക്ക് കണ്ടതാണ് കേട്ടോ. ഇത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ക്ലോസറ്റിന് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ P ട്രാപ്പ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇഴജന്തുക്കളൊക്കെ കയറാണ്ടിരിക്കാനും അങ്ങനെ അതിനായിട്ട് കേട്ടോ. അപ്പോൾ അതെടുക്കേണ്ടത് സിസ്റ്റത്തിൽ P ട്രാപ്പ് ഇട്ടാൽ ട്രാപ്പ് P ട്രാപ്പിന് എഴുതുക. P ട്രാപ്പ് സിസ്റ്റത്തിൽ മെക്കാനിക്കൽ പ്ലംബിംഗ് ഫിക്സ്ചർ ലോഡ് ഫാമിലിയിലെ സെയിം തന്നെ DWV ഇല്ലേ, സെയിം തന്നെ ലോഡ് ഫാമിലി DWV തന്നെ നമ്മൾ വൈ കോമ്പിനേഷൻ എടുത്തില്ലേ, ആ തന്നെ സെയിം ഇതാ ഇവിടെ ട്രാപ്പ് P കണ്ടോ. ട്രാപ്പ് P
ട്രാഫിക് പി കണക്ഷൻ, ട്രാഫിക് പി ഓപ്പൺ. അതാണ് പാത്ത് കേട്ടോ, അത് വരുന്നില്ല. ഞാൻ വേറെ ഒന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ. ഇതാണ് ഇങ്ങനെ ഒരു കേട്ടോ, ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കണം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു പൈപ്പ് കുറച്ച് നീളത്തിൽ ഇവിടെ ഒരു വേണ്ട ലാരോ മാർക്ക് അവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ടോ? നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം, ഡൗൺ വരണം. പിന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്പേസ് ബാറിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യും. ശരിയായി കണ്ടോ? ഇതിലിപ്പോൾ ഇത് കുറയ്ക്കാൻ പ്ലേസ് ചെയ്യാനായിട്ട് ഇത് കുറവല്ലേ, ഇത് കൂടുതലല്ലേ. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡയമീറ്റർ കുറച്ചാൽ മതി. അതായത് റേഡിയസ് നമ്മൾ കൊടുത്ത് ടാൻജന്റ് ഏതാവും ഈ രണ്ട് പോയിന്റുകൾ നമുക്ക് ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റ് ആക്കുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്യാം. നമുക്കാണെങ്കിൽ റേഡിയസ് കണ്ടു കൊടുത്താൽ റേഡിയസ് ക്ലിയർ ആയി. പക്ഷെ നമുക്ക് എന്താ കൊടുത്ത റേഡിയസ് ഇതിന് ഉള്ളിൽ നിൽക്കാത്ത കാരണം പുറത്തു വന്നിരിക്കും. അതായത് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ടാൻജന്റ് ആവും. നെക്സ്റ്റ് ഇത് ടാൻജന്റ് ആണോ നമുക്ക് അറിയാം, ഇത് ടാൻജന്റ് ആണോ അറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെയ്യാം. ചെയ്ത് നോക്കുന്ന കാര്യം ശരിക്കും ഇതിനും ടാൻജന്റ് ആയി. അതാണ് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൊട്ടേറ്റ് ഉള്ളത് ഉണ്ടാവും. റൊട്ടേറ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ കൊടുക്കാം. സെൻറ്റർ ഓഫ് റൊട്ടേഷൻ പ്ലേസ് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനും ഉണ്ട്. ഡ്രെയിൻ ഇല്ലേ, ഡ്രെയിൻ ഏരിയ അതിനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു
വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഗള്ളി എന്ന് പറയും, ഗള്ളി ടൈപ്പ് കേട്ടോ. അത് ഞാൻ കാണിച്ചത് ഇനി ഇതേപോലെ തന്നെ ഇത് നമ്മൾ സിസ്റ്റം ആക്കണം. സെയിം സിസ്റ്റത്തിൽ സെയിം തന്നെ സിസ്റ്റം ഇതാക്കാനായിട്ട് പൈപ്പിംഗ് കൊടുക്കില്ലേ, പൈപ്പിംഗ് ഓപ്പണിംഗ് സിസ്റ്റമീറ്റർ സെലക്ട് ചെയ്തിട്ട് ഫുൾ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ലേഔട്ട് കേട്ടോ. സിസ്റ്റം ആക്കാൻ ജനറേറ്റ് ലേഔട്ട് സെലക്ട് ചെയ്യാം. സെയിം പോലെ തന്നെ അതറിയാലോ, സാനിറ്ററി ആക്കിയിട്ട് ജനറേറ്റ് ലേഔട്ട് കൊടുക്കാം. സാനിറ്ററിയിലെ മെക്കാനിക്കൽ സെറ്റിങ്സിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴാണല്ലോ കൺവേർഷൻ, അല്ലാതെ സ്ലോപ്പ് ഉണ്ട്, സ്ലോപ്പ് വാല്യൂ ചേഞ്ച് ചെയ്യാം. അല്ലാതെ കൺവേർഷനിൽ ഇവിടെ നമ്മൾ സാനിറ്ററി ആക്കും. സാനിറ്ററി അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഇല്ലേ, 0 കൊടുക്കണം. 0 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പൈപ്പ് ടൈപ്പ് സാനിറ്ററി, ഓഫ്സെറ്റ് 0. മെക്കാനിക്കൽ സെറ്റിങ്സിൽ MS. മറ്റിതിലൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ നിർബന്ധമായി സ്ലോപ്പും സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പെരിമീറ്ററാണ് സാനിറ്ററിയിൽ നമ്മൾ എടുത്തത്. മറ്റേ ഡക്റ്റിലൊക്കെ നമ്മൾ മുമ്പത്തേൽ നെറ്റ്വർക്കാണ് എടുത്തിരുന്നത്. ഇതിൽ നമ്മൾ പെരിമീറ്റർ അത് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ, പെരിമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. പെരിമീറ്റർ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ആവാത്തത് നമ്മൾ മാനുവലി ചെയ്യാം, മാനുവലി കണക്റ്റ് ആക്കാം. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും മാറ്റണം കേട്ടോ. പൈപ്പ് ടൈപ്പ് സാനിറ്ററി ആക്കണം. ഇത് ഓഫ്സെറ്റ് 0. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷ് ലേഔട്ട്. പിന്നെ ഇനി ഈ ഒരു ഇതിന് നമുക്കിപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കോപ്പി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കോപ്പി അടുത്ത ഫ്ലോറിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഫുൾ സെലക്ട് ചെയ്യാം. സെയിം നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന കോപ്പി ചെയ്യാൻ. ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫിൽറ്ററിൽ ഈ പ്ലംബിംഗ് ഫിക്സ്ചർ മാത്രം ടിക്ക് ഇട്ടാൽ മതി. പൈപ്സും പൈപ്പ് ഫിറ്റിങ്ങും ഓഫ് ചെയ്തില്ല. പ്ലംബിംഗ് ഫിക്സ്ചർ മാത്രം കൊടുക്കാം. ഓക്കെ കൊടുക്കാം. എന്നിട്ട് കോപ്പി ഇവിടെയല്ലേ കോപ്പി കൊടുക്കുക. പേസ്റ്റ് അലൈൻ ടു സെലക്ടഡ് ലെവൽസ്. കോപ്പി പേസ്റ്റും align to selected levels. Align to selected levels. ഇതിപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് ഇപ്പോൾ ഈ ഒരു ഇതെന്ന് വെച്ചാൽ പ്ലംബിംഗ് ഓഫീസേഴ്സ് അല്ലേ ഇതല്ലേ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഓക്കെ. കോപ്പി വന്നിട്ടുണ്ട്. ഉണ്ടായിപ്പോന്ന് വെച്ചാൽ പൈപ്പും പൈപ്പ് ഫിറ്റിങ്സും കൊടുത്താൽ അത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് വരും. എത്ര ഉണ്ടോ? അപ്പോൾ അത്രയുണ്ടോ സാനിറ്ററി? എത്ര ഉണ്ട്?